രക്ഷി വികലാംഗനായിരുന്നു. എന്താടി അത്രയൊക്കെ അറിയുള്ളൂ. ഹേ ഗായ്സ്, അപ്പം ഞാൻ വേറൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് ചലഞ്ച്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു വാക്ക് പറയും, അതിന്റെ ബാക്കി ഇങ്ങനെ പറഞ്ഞു പോണം. അതാണ് ലാസ്റ്റ് അതൊരു സ്റ്റോറിയാണ്. അതെ, അപ്പൊ ഞാൻ തുടങ്ങാൻ പോകുന്ന സ്റ്റോറി ഒരു സ്കൂൾ. അവിടെ ഒരു മാരകമായ ഒരു രക്ഷി കുടിയിരിപ്പുണ്ടായിരുന്നു. അത് ഇതിനു മുന്നേ ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയുടെ ആത്മാവായിരുന്നു. യക്ഷിയുടെ സ്വന്തം കുട്ടി. ഞാൻ എന്താണ് പറഞ്ഞു ആയിരുന്നു എന്നാണ് പറഞ്ഞത്. യക്ഷിയുടെ ആ കുട്ടിന്റെ ആത്മാവായിരുന്നു. ഒരു ദിവസം ഇവര് കഞ്ഞി വെക്കുമ്പോ പെട്ടെന്ന് ആ കഞ്ഞി ഫുള്ള് കറുത്ത കളറായി. എന്തുകൊണ്ട്? അവിടെ യക്ഷിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം കാരണമാണ് കഞ്ഞി കറുപ്പ് നിറമായത്. അന്നാണ് അത് അവർ മനസ്സിലാക്കിയത് അവിടെ യക്ഷി ഉണ്ടായിരുന്നു. എന്താടി പിന്നെന്തിനാ പറയാ? ഇതിനു മുന്നേ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആ കഞ്ഞി അവിടുത്തെ എച്ചുമിനെ കുടിക്കാൻ കൊടുത്തു. അത്രയൊക്കെ അറിയാം. എച്ചമ്മ കുടിച്ചപ്പോൾ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പ്രഷറായിരുന്നു, പ്രഷർ. അയാള് ഒരു രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ടേസ്റ്റ് ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇവരാരും അറിയാതെ പോയാ സത്യം ഇല്ലേ? അതിൽ ഉപ്പുണ്ടായിരുന്നില്ല കഞ്ഞിയില്. ആ പ്രിൻസിപ്പൾ ഒരു പ്രേതമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ സത്യം. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ സത്യം. ആ പ്രിൻസിപ്പളിന് ഫുഡ് കൊടുത്ത ആൾക്കാരായിരുന്നു ശരിക്കും പ്രേതങ്ങൾ. നീ പറ. ഞാൻ പറയാൻ. പക്ഷേ ആ പ്രേതത്തിന് കണ്ണുണ്ടായിരുന്നില്ല. വികലാംഗനായിരുന്നു. ഇത് വിളിച്ച് നിർത്താണ്. പ്രേതം കൊണ്ട് കഞ്ഞി ചോറുന്നൊക്കെ ആയിപ്പോയി. ഞങ്ങൾ പ്രേതക്കഥ പറയുമ്പോൾ ലാസ്റ്റ് കോമഡിയിൽ അവസാനിക്കും. എന്ത് ചെയ്യാൻ? ഞങ്ങൾ തൊള്ള തുറന്ന് കോമഡി വരും. നമുക്കൊരു ഐഡിയ, നമുക്ക് പ്രണയാക്കാം. ലവ്. ഓക്കെ, തുടങ്ങല്ലെന്നാ. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഒരു കോളേജ്, അവിടെ നിന്നാണ് അവരുടെ തുടക്കം പ്രണയത്തിന്റെ. കോളേജിൽ നിന്ന് തുടങ്ങിയ പ്രണയം അവസാനിച്ചത് ബസ് സ്റ്റോപ്പിൽ. ബസ് സ്റ്റോപ്പിലായിരുന്നു അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയത്. എങ്ങനെ മരണപ്പെട്ടു? എന്തുകൊണ്ട്? ബസ് ഇടിച്ചിട്ട്. ബസ് സ്റ്റോപ്പിൽ ബാക്കി പറഞ്ഞു. പിന്നെ ബസ് ഇടിക്കൊണ്ടിരുന്നു. പക്ഷേ അവരുടെ മുമ്പത്തെ പ്രണയകാലം അത് വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് അവരുടെ രണ്ട് ആത്മാക്കളും പ്രണയിച്ചു കൊണ്ടേയിരുന്നു. കള്ളമില്ലാത്ത സ്നേഹമായിരുന്നു അവരുടേത്. വളരെ നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു അവരുടേത്. കളങ്കമില്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെ അവരിങ്ങനെ പ്രേതങ്ങളായി പ്രേമിച്ച് ഒടുക്കം അത് ബ്രേക്കപ്പ് ആയി പോയി. അവൾ വേറൊരു ആണിനെ കണ്ടപ്പോൾ പോയി. അതെ, രണ്ട് ആത്മാക്കൾ എന്നെ പ്രണയിച്ചു. ബ്രഹ്മരസിനെ കണ്ടപ്പോ ആ പെണ്ണ് അതിന്റെ പിന്നാലെ പോയി. അതാണ് ഉദ്ദേശിച്ചത്. മഴ ഗൈസ്, ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഞാനാണ് ആദ്യം തുടങ്ങണേട്ടോ ഗൈസ്. അപ്പോൾ ഒരിടത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റല് അടിപൊളിയായിരുന്നു. അവിടെ ഫേമസ് ആയിരുന്നു. പക്ഷേ ആരറിയാതെ പോയത് അതാണ്. എന്തായി പോയതെന്ന് ആരും അറിയാതെ പോയത് അതാണ്. അവിടുത്തെ നേഴ്സുമാരും ഡോക്ടർമാരും അലമ്പായിരുന്നു. അതെ. അതെന്താ അത് കഥ പറയും. അലമ്പാവാനുള്ള റീസൺ അവിടുത്തെ നാട്ടുകാരായിരുന്നു. കാരണം നാട്ടുകാര് ശരിയല്ലായിരുന്നു, വെറും തെണ്ടികളായിരുന്നു. തെണ്ടികൾ. എന്തുകൊണ്ട് തെണ്ടികളായെന്ന് ചോദിച്ചാൽ അവരങ്ങനെ ആയതുകൊണ്ട്. ആര് ഫസ്റ്റ് തുടങ്ങുന്നത്? നീ തുടങ്ങിക്കോ. ഒരിടത്തൊരു മരം ഉണ്ടായിരുന്നു. മരം. ആ മരത്തിന്റെ ഇടയിൽ രണ്ട് കപ്പിൾസ് ഉണ്ടായിരുന്നു. അവരായിരുന്നു അതിലെ ഏറ്റവും വലിയ കപ്പിൾസിന്റെ രാജാക്കന്മാർ. അയ്യോ പറയും. അവർ കുറെ വർഷങ്ങളായി തുടങ്ങിയ പ്രണയമായിരുന്നു. ഈ മരത്തിന്റെ ചുവട്ടിലാണ് അവർ ഇരിക്കണ്ടായിരുന്നത്. ഒരു ദിവസം മരത്തുനിന്ന് ചക്ക വീണ് അതെല്ലാം
നശിച്ചു പോയി. രണ്ടും ചത്തു എല്ലാം നശിച്ചു. പക്ഷേ അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. 2 ആൾക്കും ഓരോരോ മക്കൾ. അതൊക്കെ പറഞ്ഞുതരാം. എന്താ, ഒരു കപ്പിളിൽ ഒരു പെണ്ണും ഒരു കപ്പിളിൽ ഒരു ആണും ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവര് തമ്മിൽ പ്രണയിച്ചു. പിന്നെ നെക്സ്റ്റ് ഇവിടെ പറയാന് കഥ വഴിത്തിരിവിലേക്ക്. പുതിയ വഴിത്തിരിവിലേക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ആത്മാക്കൾ ആ മരത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. അതെ, ശോകം. അപ്പൊ ഞാനാണ് തുടക്കം വെക്കുന്നത് ഗൈസ് സ്റ്റോറിയുടെ. തുടങ്ങല്ലെന്നാ. അപ്പോ ഒരിടത്തൊരിടത്ത് ഒരാളുണ്ടായിരുന്നു. ആ ആളിന് എന്താ, ആ ആള് ഭയങ്കര പാവപ്പെട്ട വീട്ടിലായിരുന്നു. അപ്പോൾ അയാൾക്കൊരു വീടുണ്ട്. ആ വീടാണെങ്കിൽ എപ്പോഴും ചോർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വീടായിരുന്നു. ഒരു അടച്ചുറപ്പൊന്നും ഇല്ലാണ്ട് മഴയ്ക്ക് പെയ്യുമ്പോൾ ഇങ്ങനെ തോർന്നു വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അപ്പൊ ഒരു ദിവസം അയാൾ അരി മേടിക്കാൻ പുറത്ത് പോയപ്പോ പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ കടയിലെത്തി. അയാൾ കടം ചോദിച്ചു. പക്ഷെ ആ കടയിലുള്ള ആള് ഭയങ്കര ക്രൂരമായിട്ടുള്ള ആളായിരുന്നു. സോ അവര് എന്താ കടമായിട്ട് പൈസ കൊടുക്കില്ല പറഞ്ഞു. അപ്പോൾ ഇയാൾക്കാകെ പൈസ കടം കൊടുക്കില്ല പറഞ്ഞു. അപ്പോൾ ഇയാൾക്കാകെ സങ്കടമായി. ഇനി എന്ത് ചെയ്യുന്നത് അയാൾ ആകെ പേടിച്ചു പോയി. എന്നിട്ട് അയാള് തലക്കും കൈവച്ച് കടയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് ഒരാള് ഒരു ദൈവത്തെ പോലെ വന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു. ഒരു 100 രൂപ കൊടുത്തു. അപ്പോൾ അയാൾ വാങ്ങിയ സാധനങ്ങൾ 100 രൂപയേക്കാൾ അധികമായിരുന്നു. എന്നിട്ട് അയാൾ പോയി പിന്നെ അയാളോട് പൈസ ചോദിച്ചു. പക്ഷേ അയാൾ പെട്ടെന്ന് ക്രൂരമായി. സോ കൊടുത്തില്ല പൈസ. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വീണ്ടും അയാൾ തലയിൽ കൈവച്ചിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ അവർക്ക് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റിയില്ല. കാരണം അവിടെ എന്താ നടന്നത് ആർക്കും അറിയില്ല. പിന്നെ അവരന്വേഷിച്ച് കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി. സാജി. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. ആ 2 കുട്ടികൾ അവിടെ അകപ്പെട്ടിരിക്കുന്നു. വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൻ കളിച്ചു തുറന്നവര്. പക്ഷേ അതവർ കണ്ടുപിടിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. അതില് ഒരു കുട്ടി നല്ല ക്രൂരമായി കൊലപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഒരു കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പോൾ ചാൻജി വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ ഗൈസ്. ബൈ ഗൈസ്.